ഹലോ, ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്, ഈദ് കഴിഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മടിയായിപ്പോയി. ഈദ് കഴിഞ്ഞപ്പം ഫുള്ള് തിരക്കും മടിയെല്ലാം ആയിപ്പോയി, അതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷാർജയിലാണല്ലോ, എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഈദ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീട്ടിലല്ലാണ്ട് ഈദ് ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പെരുന്നാൾ. അപ്പോൾ രാവിലെ എണീച്ച് നിസ്കരിക്കാനൊക്കെ പോയി വന്ന് പിന്നെ കിടന്നുറങ്ങി. അതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിൻഡോ തുറന്നപ്പോൾ ഇങ്ങനെ കുറേ പ്രാവുകളെല്ലാം വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫുഡ് കഴിച്ചതൊന്ന് ഡൈജസ്റ്റ് ചെയ്ത് അതിനി എക്സസൈസിൽ കൂടി ദഹിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ അടുത്തുള്ളൊരു സിറ്റി സെൻറ്ററിൽ, അമ്മാവാൻ്റെ അൽജഹിയ സിറ്റി സെൻറ്ററിൽ, അവിടത്തേക്ക് നമ്മൾ പോയത്. കാരണം കുറച്ച് നല്ല ഫോട്ടോസ് എല്ലാം എടുക്കാം. പിന്നെ ഇപ്പം നമ്മുടെ പാർക്കിലും ബീച്ചിലും പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊന്ന് നാട്ടിലത്തെ കുറച്ചും കൂടി സഹിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ല വ്യൂ ആണ്, പുറത്തൊക്കെ നല്ല വ്യൂ ആണ്. പക്ഷേ തണുപ്പാണ്, നല്ല സുഖമാണ് ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും. നല്ല രസമുള്ള അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഈ ചൂടിന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഞങ്ങളെപ്പോലെ കുറച്ച് വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും 2 ഫോട്ടോ സ്റ്റാറ്റസ് വെക്കണം എന്നുള്ള രീതിയിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന കുറച്ച് പേര് അവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പം ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു മുകളിൽ പോയി ആരെങ്കിലും ഉണ്ടാവും. നോക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരുപാട് ഫാമിലീസ് മുകളിൽ ഒക്കെ വന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പുറത്ത് പോയാൽ ചൂടായത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു ഈവനിങ് എല്ലാം ആകുമ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകും, അതായത് ബീച്ചിലോ അങ്ങനെയൊക്കെ പോകും. പക്ഷേ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള ചൂടാണ്. കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്, കുറേ വീഡിയോസ് എടുത്ത്. പിന്നെന്താ, ഇതൊക്കെ ജസ്റ്റ് 2-3 സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലെല്ലാം എങ്ങനെയെങ്കിലും നല്ല അറിയിക്കണമല്ലോ. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചില്ലേ, പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് കാണിക്കണമല്ലോ. അതിനുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെന്താ നമ്മളിതാ പിന്നെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. കാരണം സഹിക്കാൻ പറ്റുന്നില്ല, വേറൊന്നുമില്ല, ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയമൊന്നുമില്ല, എത്രയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഇടുന്നുണ്ട്. ഒരു മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല, എല്ലാവരുടെ കയ്യിലും ഫോണും. പിന്നെ ഫോട്ടോ ഇടലും സ്റ്റാറ്റസ് ഇടലും ഒക്കെ അതിനെ കൊണ്ട് പിന്നെ അപ്പം ഉമ്മയൊക്കെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ മാളിലിങ്ങനെ കുറച്ച് നേരം കറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ ഒരു ഈവനിങ് ആയി. അതിൻ്റെ ഇടയിലുള്ള ഷോർട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടിലെത്തി നല്ല ചായ കുടിച്ച്. ചായ എന്ന് പറഞ്ഞാൽ ഈ ചൂട് ചായയും കൂടി ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പോരാത്തതിന് വിയർത്ത് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പെരുന്നാളിലിങ്ങനെ ഫുൾ പുറത്ത്. സാധാരണ നമ്മൾ പെരുന്നാളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയതല്ല, അതുകൊണ്ട് പിന്നെ ഒന്ന് പുറത്തെല്ലാം കറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് അൺസഹിക്കബിളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇവർ പറഞ്ഞു അടുത്ത് മംസാർ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ബീച്ച് പേഴ്സൺ ഒന്നുമല്ല. എന്നാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീച്ചിൽ പോകാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഈ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒന്നും ബീച്ച് ഇഷ്ടമല്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കും ഇവളെന്താ ഇങ്ങനെ, എനിക്കെന്തോ ഇഷ്ടമല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ കുറച്ച് ഫാമിലീസ് എല്ലാം ഉണ്ട്, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. സാധാരണ പെരുന്നാളിനൊക്കെ എനിക്ക് തോന്നുന്നു ചൂടല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇതൊന്നാമത് ചൂടായതുകൊണ്ട് തന്നെയാണ്. കാരണം അവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ ഒപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ ഒന്നാമത് എൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് ആയതിനെ കൊണ്ട് കുറച്ചധികം ചൂടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഒന്നാമത് ബീച്ചും ഇഷ്ടമല്ല. പിന്നെ അതിനെല്ലാം നമ്മൾ എന്താ പറയുക, സമാധാനത്തോടെ വന്നിരിക്കുക. കുറച്ച് തണുപ്പെല്ലാം ഉണ്ടാകുമ്പോൾ ഓക്കെ. പക്ഷേ ഇത് എന്താ പറയുക, ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പെരുന്നാൾ ദിവസം ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നല്ല അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.